യുണൈറ്റഡ് നെവർ ഡൈ. ബെഞ്ചമിൻ സെസ്കോയുടെ വലങ്കാലൻ വെടിയുണ്ട 94-ാം മിനിറ്റിൽ ഫുൾഹാം പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ കമന്ററി ബോക്സ് അലറി വിളിച്ചു. ഓൾഡ് ട്രാഫോർഡ് ഇളകി പറഞ്ഞു. കാസമെറോ മൈക്കിൾ കാരിക്കിനെ ചേർത്ത് പിടിച്ചു. 74-ാം മിനിറ്റിൽ കാരിക് അയാളെ തിരിച്ചു വിളിക്കുമ്പോൾ ഓൾഡ് ട്രാഫോർഡ് സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകുന്നത് കാണാമായിരുന്നു. ഒരു ഗോളും അസിസ്റ്റും സഹിതം ടീമിന് നിർണായക സംഭാവനകൾ നൽകിയ മടങ്ങുന്ന നേരത്ത് അയാൾ തന്റെ ബാഡ്ജിൽ ചുംബിച്ചു. സീസൺ അവസാനിക്കുന്നതോടെ കാസമെറോ യുണൈറ്റഡ് വിടുമെന്ന പ്രഖ്യാപനം എത്തിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നേയുള്ളൂ. അയാളെ എന്തിനാണ് ഇപ്പോൾ തന്നെ പറഞ്ഞു വിടുന്നത് എന്ന് ആരാധകർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്നാണ് ഓൾഡ് ട്രാഫോർഡ് അറിയപ്പെടുന്നത്. കാരിക് ഈ ടീമിനെ വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു തുടങ്ങുകയാണ്. സ്റ്റോപ്പേജ് ടൈമിൽ കെവിൻ സാന്റോസിന്റെ സ്റ്റണ്ണറിൽ ഓൾഡ് ട്രാഫോർഡ് നിശബ്ദമായി കിടന്നപ്പോൾ എവേ സ്റ്റാൻഡിൽ നിന്ന് ഹു ആർ യു വിളികൾ മുഴങ്ങി. 3 മിനിറ്റിനുള്ളിൽ ബെഞ്ചമിൻ സെസ്കോയുടെ മറുപടി എത്തി. വി ആർ യുണൈറ്റഡ്. അബ്സല്യൂട്ട് സിനിമ. ലേറ്റ് വിന്നറുകൾ യുണൈറ്റഡിന്റെ DNA അലിഞ്ഞു ചേർന്നതാണോ? മത്സരശേഷം മൈക്കിൾ കാരിക്കിന് മുന്നിൽ ചോദ്യമെത്തി. ഇറ്റ്സ് ദ ബെസ്റ്റ് ഫീലിംഗ് ഐ ഹാവ് ടു സേ എന്നായിരുന്നു കാരിക്കിന്റെ മറുപടി. സിറ്റി, ആഴ്സണൽ, ഇപ്പോൾ ഫുൾഹാം. കാരിക്കിന് കീഴിൽ സെൽഫ് ബിലീഫ് വീണ്ടെടുക്കുകയാണ് യുണൈറ്റഡ്. ഇന്നലെ ഓൾഡ് ട്രാഫോർഡിൽ 16-ാം മിനിറ്റിൽ തന്നെ യുണൈറ്റഡ് മുന്നിലെത്തേണ്ടതായിരുന്നു. മത്തേവസ് കുഞ്ഞിയെ കുയൻക ബോക്സിൽ വെച്ച് വീഴ്ത്തുന്നു. റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. എന്നാൽ വാർ പരിശോധനയിൽ തീരുമാനം പിൻവലിക്കുന്നു. ഫുൾഹാമിന്റെ ആശ്വാസത്തിന് 3 മിനിറ്റ് തികച്ചു കൊടുത്തിട്ടില്ല റെഡ് ഡെവിൾസ്. അനദർ സെറ്റ് പീസ് ബ്രില്യൻസ് ഫ്രം ബ്രൂണോ ഫെർണാണ്ടസ്. കാസമെറോയും ഹാരി മഗ്വയറും ബ്രൂണോയുടെ ഫ്രീ കിക്കിനെ കണക്ട് ചെയ്യാനായി ചാടി ഉയർന്നു. കാസമെറോയുടെ തലക്ക് ഭാഗത്തിനെത്തിയ പന്ത് ഗോളിക്ക് ഒന്നനങ്ങാൻ പോലും ഇട നൽകാതെ വലയിലേക്ക് പാഞ്ഞു. ലീഗിൽ കാസമെറോയുടെ 5-ാം ഗോൾ, ബ്രൂണോ ഫെർണാണ്ടസിന്റെ 11-ാം അസിസ്റ്റ്. അതിൽ 7 എണ്ണം സെറ്റ് പീസിൽ നിന്നായിരുന്നു എന്നോർക്കണം. സീസണിൽ ഇതിനോടകം സെറ്റ് പീസിൽ നിന്ന് 14 ഗോളുകൾ യുണൈറ്റഡ് കുറിച്ചു കഴിഞ്ഞു. 2-ാം പകുതി ആരംഭിച്ച് 10 മിനിറ്റിനുള്ളിൽ യുണൈറ്റഡ് ലീഡ് ഉയർത്തി. ഇക്കുറി മത്തേവസ് കുഞ്ഞിയാണ് വലകുലുക്കിയത്. ഗോളിനേക്കാൾ അതിനായി കാസമെറോ നൽകിയ അസിസ്റ്റിനെയാണ് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയത്. ബോക്സിന് വെളിയിൽ നിന്ന് 2 ഫുൾഹാം താരങ്ങളെ കാഴ്ചക്കാരാക്കി നിർത്തി അവർക്കിടയിലൂടെ മനോഹരമായൊരു നോ ലുക്ക് പാസ്. കുഞ്ഞ ഗോൾമുഖത്തേക്ക് അപ്പോഴേക്കും ഓട്ടം തുടങ്ങിയിരുന്നു. ആ ഓട്ടത്തിൽ തന്നെ അയാളുടെ റൈറ്റ് ഫൂട്ട് വെടിയുതിർത്തു. കുഞ്ഞ ഗാലറിക്ക് മുന്നിൽ ആ ഐക്കോണിക് സെലിബ്രേഷൻ ആവർത്തിച്ചു. ഒരാഴ്ച മുമ്പ് എമിറേറ്റ്സിന് തീയിട്ട ശേഷം നടത്തിയ അതേ സെലിബ്രേഷൻ. യുണൈറ്റഡ് ജേഴ്സിയിൽ കുഞ്ഞയുടെ 6-ാം ഗോൾ. ഗോൾ മടക്കാനുള്ള ഫുൾഹാമിന്റെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ യുണൈറ്റഡ് ഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. ആദ്യ പകുതിയെ അപേക്ഷിച്ച് 2-ാം പകുതിയിൽ ഫുൾഹാമിന്റെ മികച്ച പല നീക്കങ്ങളും കണ്ടു. 65-ാം മിനിറ്റിൽ കുയൻക വലകുലുക്കിയതാണ്. എന്നാൽ വാർ സ്പാനിഷ് താരത്തിന് മുന്നിൽ വില്ലൻ വേഷമണിഞ്ഞു. ഒടുവിൽ 85-ാം മിനിറ്റിൽ സന്ദർശകർ കാത്തിരുന്ന നേരമെത്തി. ഇടതുവിങ്ങിലൂടെ യുണൈറ്റഡ് ഗോൾ മുഖത്തേക്ക് കുതിച്ചെത്തിയ റൗൾ ഹിമിനസിനെ തടയാനുള്ള ഹാരി മഗ്വയറിന്റെ ശ്രമം ഒരു പെനാൽറ്റിയിലാണ് കലാശിച്ചത്. ഹിമിനസ് തന്നെ സ്കോർ ചെയ്തു. മത്സരം സ്റ്റോപ്പേജ് ടൈമിലേക്ക് കടന്ന ശേഷമാണ് കെവിന്റെ സമനില ഗോൾ എത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഒരു വെടിച്ചില്. ഇടതുവിങ്ങിൽ നിന്ന് അമദിനും മസ്രോയിക്കുമിടയിലൂടെ താൻ തന്നെ നീട്ടി നൽകിയ പന്തിനെ തിരിച്ചു വാങ്ങിയ കെവിൻ പെനാൽറ്റി ഏരിയയുടെ എഡ്ജിൽ നിന്ന് നിറയൊടിക്കുന്നു. പന്ത് പോസ്റ്റിന്റെ റൈറ്റ് കോർണറിലേക്ക് തുളഞ്ഞു കയറി. ഇഞ്ചുറി ടൈം ത്രില്ലറുകൾ കൊണ്ട് പേരുകെട്ട ഫുൾഹാമിനെ യുണൈറ്റഡ് ഇക്കുറി അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. കളി അവസാനിക്കാൻ അപ്പോൾ സെക്കൻഡുകൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. എഗെയിൻ എ ബ്രൂണോ ഫെർണാണ്ടസ് ബ്രില്യൻസ്. കളി 90 മിനിറ്റ് കടന്നിട്ടും അയാൾക്ക് അവശതയൊന്നുമില്ലേ എന്ന് തോന്നി. വലതുവിങ്ങിലൂടെ പന്തുമായി കുതിച്ച ബ്രൂണോ 86-ാം മിനിറ്റിൽ മാത്രം മൈതാനത്തെത്തിയ കാൽവിൻ ബാസയെ മറികടന്ന് ഗോൾമുഖത്തേക്ക് പന്ത് നീട്ടുന്നു. സെസ്കോ അപ്പോഴേക്കും പോസ്റ്റിന് മുന്നിലെത്തിയിരുന്നു. പന്ത് വരുതിയിലാക്കിയ സ്ലൊവേനിയൻ താരം നിറയൊടിച്ചു. ഫുൾഹാം ഗോൾ കീപ്പർ ബെർണാഡ് ലെനോ നിസ്സഹായനായിരുന്നു. ഓൾഡ് ട്രാഫോർഡ് ആവേശത്തിന്റെ പരകോടിയിലായിരുന്നു അപ്പോൾ. റെമോൺടാഡ. നേരത്തെ കളത്തിലിറങ്ങി 64 സെക്കൻഡിനുള്ളിൽ സെസ്കോയുടെ ഒരു ഗോൾ ശ്രമം പോസ്റ്റിലിടിച്ച് മടങ്ങിയിരുന്നു. ഇക്കുറി അയാളുടെ ഉന്നം പിഴച്ചില്ല. സീസണിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ 12-ാം അസിസ്റ്റായിരുന്നു അത്. ലീഗിൽ ഇക്കാര്യത്തിൽ ഇതുവരെ അയാൾ കരികിൽ പോലും ആരുമില്ല. 2-ാം സ്ഥാനത്തുള്ള ചെറുക്കി വടിയൊരുക്കിയത് 7 ഗോളുകൾക്കാണ്. റൂബൻ അമോറിമിന് കീഴിൽ 3-ൽ കൂടുതൽ മത്സരങ്ങളിൽ തുടർച്ചയായി യുണൈറ്റഡ് ജയിച്ചിട്ടില്ല. മൈക്കിൾ കാരിക് ചുമതല ഏറ്റെടുത്ത് ആദ്യ 3 മത്സരങ്ങൾ കൊണ്ട് ആ നേട്ടത്തിലെത്തുന്നു യുണൈറ്റഡ്. പോയിന്റ് ടേബിളിൽ ഇപ്പോൾ 4-ാമത്. ഓൾഡ് ട്രാഫോർഡിലേക്ക് ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗ് രാവുകൾ വിരുന്നെത്തുന്നതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ആരാധകർ. ടീമിൽ ഒന്നടങ്കം കാരിക് കൊണ്ടുവന്ന ഉണർവ് പ്രകടമാണ്. അമോറിമിന്റെ പ്ലാനുകളിൽ പേരില്ലാതിരുന്ന കോബി മേനു കാരിക്കിന് കീഴിൽ നിറഞ്ഞു കളിക്കുന്നു. ബ്രൂണോയും കാസമെറോയും അമദ്യാലവും ലിച്ചയുമൊക്കെ ടീമിൽ എണ്ണയിട്ട യന്ത്രങ്ങളെപ്പോലെ വർക്ക് ചെയ്യുന്നു. മിഡിൽ കാസമെറോ, ബ്രൂണോ, മെയ്നു ത്രയം ഇന്നലെയും ഓൾഡ് ട്രാഫോർഡിൽ ആരാധകരുടെ കയ്യടി നേടി. ഗോൾ വലക്ക് മുന്നിൽ ലാമൻസിന്റെ പ്രകടനവും
എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ ഓൾഡ് ട്രാഫോർഡിലും ബെൽജിയൻ താരം നിർണായക സേവുകളുമായി കളന്നിറങ്ങുന്നത് കണ്ടു. യുണൈറ്റഡ് ആരാധകരുടെ കണ്ണും മനസ്സുമൊക്കെ നിറയുന്ന ദിവസങ്ങളാണ് ഈ കടന്നുപോകുന്നത്. അടുത്ത ശനിയാഴ്ച സ്പേഴ്സാണ് എതിരാളികൾ. ദ സെയിം ഓൾഡ് ട്രാഫോർഡ് തന്നെ വേദി. ടോട്ടനാമിനോട് തീർക്കാൻ കണക്കുകൾ ഏറെ ബാക്കി കിടപ്പുണ്ട്. നിലവിൽ 14ാം സ്ഥാനത്താണവർ. കാരിക് വിജയഗാഥ തുടരട്ടെ. ഗ്ലോറികൾ ഓൾഡ് ട്രാഫോർഡിൻ്റെ ആകാശത്തെ ചുവപ്പണിയിക്കട്ടെ.